മക്കളെ സെവൻ മിസ്സാണ്. അപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് വരാം അല്ലേ? യെസ്, നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ എത്താൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാന്ന് വെച്ചാൽ ഇനിയുള്ള നിങ്ങൾക്കുള്ള അപ്ഡേറ്റ്സ് മുഴുവൻ എന്താണ്? യെസ്, ക്ലാസ് 7ലാണ് ഉണ്ടാവുക. നിങ്ങൾ വലിയ മക്കളാവാൻ പോവാ അല്ലേ? അപ്പൊ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കായിരിക്കും അല്ലേ? അടിച്ച് പൊളിക്കായിരിക്കും അല്ലേ? യെസ്, നമ്മളെ എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ വെക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ 7th പോകും. നമ്മൾ അപ്പർ പ്രൈമറി ക്ലാസ്സിലെ ഏറ്റവും സീനിയേഴ്സ് ആവാൻ പോവാ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അല്ലെ, 7th നമ്മൾ സീനിയേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ കുറെ അധികം മാറ്റങ്ങൾ എന്തുണ്ട് നമ്മളെ ബുക്കിലും ഒക്കെ നമ്മുടെ എക്സാമിലും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. വെക്കേഷൻ ടൈമിൽ ഇതൊന്നും പറയരുത് എന്നറിയാം, എന്നാലും നമ്മൾ 7th പോവാണ്. അവിടെ കണ്ടിട്ട് വാ പൊളിച്ചിരിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ശ്രദ്ധിച്ച് കേൾക്കണം. മിസ് പറയുന്നത് 6th നിന്ന് 7th പോകുമ്പോൾ എന്താണ്? യെസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും മാറുന്നില്ല അല്ലെ? അതായത് ടെക്സ്റ്റ് ബുക്കുകൾ മാറുന്നുണ്ട്, സബ്ജക്റ്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല അല്ലെ? ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട് അല്ലെ? അപ്പൊ സബ്ജക്റ്റ് ഒന്നും മാറുന്നില്ല. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ് മാറിയില്ലേ? ക്ലാസ് മാറിയതിനോടൊപ്പം തന്നെ ആ ടെക്സ്റ്റിലുള്ള കണ്ടന്റും മാറും അല്ലെ? അതിന്റെ വെയിറ്റേജും മാറും അല്ലെ? അതിന്റെ എന്താണ്, അത് കുറച്ച് കൂടുതൽ വോളിയം ഉണ്ടാകും. അതായത് അത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാകും. നോർമലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? അതുപോലെ തന്നെ എക്സാമിന് ലെവലിൽ കൂടും. ഈ 6ാം ക്ലാസ്സിലെ എക്സാം അല്ല, 7ാം ക്ലാസ്സിലെ എക്സാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്ന എക്സാം ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, USS എക്സാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ? അതിന്റെ പേര് നമ്മളിപ്പം CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്ന മക്കളാ. അതായത് UPയിൽ തന്നെ അപ്പർ പ്രൈമറി ക്ലാസ് തന്നെ ഏറ്റവും വലിയ സീനിയേഴ്സാ. അപ്പം എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡും നേടണം. അതുപോലെ തന്നെ ഈ ഒരു CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് നേടണ്ടേ? നിങ്ങൾ വായിക്കണം അല്ലെ? എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് അറിയുന്ന കുറേ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം വാങ്ങിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്കും പറ്റും. ഇതുവരെ ആരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല, അപ്പൊ നിങ്ങൾക്കും പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്കോളർഷിപ്പ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ സെലക്ട് ആവേണ്ട. ഈ സെലക്ട് ആവാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോ, ഓണം എക്സാമിന് എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് വാങ്ങണം. അതായത് നമ്മളെ ഓണം എക്സാമിന് ഓൾ സബ്ജക്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? A ഗ്രേഡ് വാങ്ങണം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വരുന്ന ക്രിസ്മസ് എക്സാം ഇല്ലേ? യെസ്, ക്രിസ്മസ് എക്സാം ഉണ്ട്. അതിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾ സബ്ജക്റ്റിലും നിങ്ങൾക്ക് A ഗ്രേഡ് വാങ്ങണം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മറികടന്നാൽ മാത്രമേ സ്കൂളിൽ നിന്ന് നിങ്ങളെ സെലക്ട് ആയുള്ളൂ. മനസ്സിലായി? സ്കൂളിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 കാര്യങ്ങളും നിങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കണം. സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രമല്ല ഈ ഒരു എക്സാം എഴുതാൻ പോകാൻ പറ്റൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സ്കൂളിൽ നിന്ന് സെലക്ട് ആവണം. സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ എന്ത് വേണം? യെസ്, നമുക്ക് ഈ 2 സബ്ജക്റ്റിലും A ഗ്രേഡ് വാങ്ങണം. എന്നിട്ട് എപ്പോഴാണ് എക്സാം ഉണ്ടാവാന്നറിയോ? അതായത് ഏകദേശം ഒരു ഫെബ്രുവരിയിലാണ് എക്സാം ഉണ്ടാവുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കണം, മിസ്സേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം? ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം അല്ല അല്ലേ? അതുകൊണ്ട് തന്നെ എക്സാം നല്ല ടഫായിരിക്കും. ആണല്ലോ, ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ക്രൈറ്റീരിയസ് ഒക്കെ വെക്കേണ്ട ആവശ്യമുണ്ട്? 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാത്രം പഠിച്ച് എഴുതിയാൽ പോരെ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം അല്ല. നല്ല കാലിബർ ഉള്ള കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അതിൽ നിന്നും കുറച്ച് പേർക്ക് മാത്രമേ USS എക്സാം കിട്ടുള്ളൂ, അല്ലെങ്കിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ റാങ്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു മാർക്ക് സർക്കാർ നിയമിക്കും, അല്ല എന്ത് ചെയ്യും, തീരുമാനിക്കും. ആ കട്ട് ഓഫിന് മേലെ കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ? യെസ്, മാത്രമേ നമ്മളെ USS കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ വേണം. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാതുണ്ട് അല്ലേ? 6ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 6ാം ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ അറിയില്ല, 5ാം ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ അറിയില്ല, 4ാം ക്ലാസ്സിൽ പഠിച്ച ഹരണവും ഗുണം വരെ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ? അതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല. എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും എല്ലാം അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ മുന്നിൽ നിന്ന് പറഞ്ഞ മിസ്സിന് പോലും എന്തില്ല, എല്ലാ അറിവുണ്ടോ? ഇല്ല. ആർക്കും എല്ലാത്തിനെയും പറ്റിയിട്ടുള്ള അറിവൊന്നും ഇല്ല. എല്ലാവരും എന്ത് ചെയ്യാണ്? പഠിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇപ്പോഴും എന്തൊക്കെയോ അറിയില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾ ഇങ്ങനെ പഠിച്ച് വരണം. അതായത് ബേസിക്സിന്റെ കുറവ് ഈ 2 മാസം കൊണ്ട് നികത്തിയിരിക്കണം. മനസ്സിലായോ?
ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടാവും മിസ് എന്തിനാ ഈ ബേസിക്സ് ഒക്കെ പഠിക്കുന്നത്, സ്കൂളിൽ പോകുമ്പോൾ പഠിക്കൂലേ? എടാ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പം സ്കൂളായാലും ക്ലാസ് ആയാലും ഇതാണ് നമ്മളെ എന്ത് സെന്റർ ആയാലും എന്ത് ചെയ്യും, നേരെ ചാപ്റ്ററിലോട്ടേക്ക് എടുക്കുക ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ബേസിക്സ് അറിയുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, അവിടെ സോൾവ് ആവുന്നില്ല. എന്ത് ചെയ്യണം ഈ 2 മാസം നിങ്ങൾ യൂസ് ചെയ്യണം. നമുക്ക് എപ്പോഴും വലുത് നമ്മളെ എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു 2 മാസം നിങ്ങൾ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ട്. വലിയ ക്ലാസ്സിലെ മക്കളായി, 6ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളല്ല, 7ാം ക്ലാസ്സിലായി എപ്പോഴും എന്ത് ചെയ്യുക, ഓർമ്മിച്ചോളുക. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ 7th നമ്മളെ സൂപ്പർ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് നാളെയാണ്. ഏപ്രിൽ 11-നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും നിങ്ങൾക്ക് അറിയണ്ടേ? ഫസ്റ്റ് നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും. കുഞ്ഞു വീഡിയോസ് ആയിട്ടായിരിക്കും റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവുക. അതിൻ്റെ താഴെ അഡാപ്റ്റ് ചെക്ക് പോയിന്റ്സ്, അതായത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൈവ് ഉണ്ടാകും, അതായത് സൂം ലൈവുകൾ ഉണ്ടാകും. ഈ ലൈവിൽ അപ്പോഴും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണുകയും ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രണ്ടിനെ പോലെ, നിങ്ങളുടെ അമ്മേനെ പോലെ, നിങ്ങളുടെ ചേച്ചിനെ പോലെ, നിങ്ങളുടെ മിസ്സിനെ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടാകും. ഈ മെന്റേഴ്സ് നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ചോദിക്കും, ഇന്ന് ഏതൊക്കെ ലൈവാ കണ്ടത്, ഇന്നത്തെ ലൈവ് ഇഷ്ടമായോ, ഇന്ന് മിസ് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ മെന്റേഴ്സ് ചോദിക്കും. അതുപോലെ ഒരു ഗെയിം കളിക്കുന്ന പോലെ ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. മറിച്ച് നിങ്ങൾക്ക് AI ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി AI ഒക്കെ ഉണ്ട്. അത് എന്ത് ഡൗട്ട് വേണമെങ്കിലും AI-നോടും ചോദിക്കാം. പിന്നെ മിസ്സിന്റെ നമ്പർ കിട്ടും, എല്ലാ ഫാക്കൽറ്റീസ് നമ്പർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ. എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും? യെസ്, താഴെ നമ്മൾ സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലിങ്ക് കാര്യം ഫില്ല് ചെയ്തിട്ടാൽ മതി. ആ ഫില്ല് ചെയ്തിട്ട് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പൈസക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഓഫർ കിട്ടുള്ളൂ കേട്ടോ. അതായത് 2599 എന്നുള്ള ഈ ഒരു റേറ്റിന് നമ്മളെ ബാച്ച് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാൽ മതി. പിന്നീട് ജോയിൻ ചെയ്താലും മതി. എന്നാലും നാളെ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്, പറ്റുന്നതും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്തിനെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൽ എത്താൻ പോവാണ്. എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ചാനലിലാണ് വരിക. എല്ലാ ലൈവുകൾ, എല്ലാ വീഡിയോസ്, എല്ലാ ഷോർട്സ്, എല്ലാ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു ചാനലിൽ വരിക. വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബാച്ചിന്റെ കാര്യം മറക്കണ്ട, നാളെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ബേസിക്സിന്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓരോ ദിവസം ഇടവിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഹിന്ദി, ഈ 4 സബ്ജക്റ്റിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ലൈവ് ത്രൂ പഠിക്കാണ്. ചാപ്റ്റേഴ്സ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ ലൈവുകളും പഠിക്കുന്നതാണ്. ഓക്കെ. ഇതിനപ്പുറം ഒന്നും നിങ്ങൾക്ക് തരാനില്ല. ഓക്കെ. അപ്പൊ മിസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ബാച്ചിൽ കാണാം. ബൈ, സീ യു.